ഉയർത്തിയ നാഥനല്ലേ. ഫ്രാൻസിസ് പാപ്പ കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം അദ്ദേഹത്തോട് ഒരു മാധ്യമപ്രവർത്തകൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഏറ്റവും അധികം വൈറലായ ഒരു ചോദ്യമാണത്. അങ്ങ് ആരാണ്? ആദ്യമായി ഈ ചോദ്യം ചോദിക്കുമ്പോൾ ഏതുത്തരം വേണമെങ്കിലും അദ്ദേഹത്തിന് കൊടുക്കാം. ഞാനൊരു കർത്താവിൻ്റെ ദാസനാണ്, ഒരു പുരോഹിതനാണ്, ഒരു മനുഷ്യസ്നേഹിയാണ്, ഇങ്ങനെ വ്യത്യസ്തമായ എന്തുത്തരം കൊടുക്കാം. കാരണം ഇതെല്ലാം അദ്ദേഹത്തിന് ആപ്ലിക്കബിൾ ആവുന്ന കാര്യമാണ്. ഒരു പ്രകൃതി സ്നേഹിയും മനുഷ്യസ്നേഹിയും ദൈവസ്നേഹവുമുള്ള ഒരാൾ. തീർച്ചയായിട്ടും വ്യത്യസ്തമായ മനോഹരമുള്ള വാക്കുകളുടെ ഉത്തരങ്ങൾ കൊടുക്കാമെങ്കിലും അദ്ദേഹം പറഞ്ഞ ഉത്തരം ഇതാണ്: ഞാൻ പാപിയാണ്. ഈ ഉത്തരം അദ്ദേഹത്തിന് എളിമയെ സൂചിപ്പിക്കുന്നതല്ല, അദ്ദേഹത്തിന് ദൈവവുമായുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്നതാണ്. കാര്യം, ഒരു റിയലൈസേഷൻ ഫ്രാൻസിസ് പാപ്പയ്ക്കുണ്ടായിരുന്നു: പാപികളൊക്കെയാണ് ക്രിസ്തുവിൻ്റെ തീന്മേശയിൽ അടുത്തിരിക്കാൻ പോകുന്നവർ. അതാണ് ഗോസ്പൽ പറയുന്നത്. യേശു എന്ന് പറയുന്നത് നിങ്ങൾക്ക് മുമ്പേ പാപികളും ചുങ്കക്കാരുമായിരിക്കും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. അതിൻ്റെ അർത്ഥം പാപം ചെയ്തും തെറ്റ് ചെയ്തും ജീവിക്കാമെന്നുള്ളതല്ല, നന്മ ചെയ്യുന്ന ഒരു മോശക്കാരനോ അല്ല. മറിച്ച് യേശുവിന് മുമ്പിലുള്ള സമൂഹം അവർ പാപികളെയും ചുങ്കക്കാരെയും വേശ്യകളെയും മാറ്റി നിർത്തിയവരാണ്. അങ്ങനെ നിങ്ങൾ മാറ്റി നിർത്തേണ്ട ആവശ്യമില്ല എന്ന് പറയാൻ വേണ്ടി യേശു ഇത് പറഞ്ഞതാണ്. നമ്മൾ വിധിക്കുന്ന പോലെയല്ല ദൈവം വിധിക്കുന്നത്, നമ്മൾ ചിന്തിക്കുന്നത് പോലെയല്ല ദൈവം ചിന്തിക്കുന്നത്. വളരെ കൃത്യമായിട്ടാണല്ലോ കുരിശിൻ്റെ അവസാന നിമിഷത്തിൽ സംഭവിച്ചത്. ഇത്രയും പേരും കൂടെ നടന്നിട്ടും വചനം കേട്ടവരും വചനം മനസ്സിലാക്കിയവരും അത്ഭുതങ്ങൾ നേടിയെടുത്തവരൊക്കെ അല്ലല്ലോ സ്വർഗ്ഗരാജ്യത്ത് ആദ്യം പ്രവേശിച്ചത്. കൃത്യമായ തെറ്റ് ചെയ്ത് അവനോടൊപ്പം മരിച്ച ഒരു കള്ളനല്ലേ സ്വർഗ്ഗരാജ്യത്തിൽ ആദ്യം പ്രവേശിച്ചത്. അങ്ങനെയാണെങ്കിൽ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. നമ്മളുടെ വിധിയല്ല കർത്താവിൻ്റെ വിധി, നമ്മളുടെ ചിന്തയും അല്ല കർത്താവിൻ്റെ ചിന്ത. അതാണ് ഇന്നത്തെ സുവിശേഷം നമ്മളെ പഠിപ്പിക്കുന്നത്. നിങ്ങൾക്ക് മുമ്പേ പാപികളും ചുങ്കക്കാരും സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു കാര്യം ഇതാണ്: ആരെയും മാറ്റി നിർത്താതിരിക്കുക. കാര്യം, നമ്മൾ ചിന്തിക്കുന്ന പോലെയല്ല ദൈവം ചിന്തിക്കും. നമ്മൾ ആരാണോ മോശക്കാരെന്ന് കരുതുന്നവർ, അവരൊക്കെ ദൈവത്തിന് മുമ്പിൽ നല്ലവരാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. അളന്നു തൂക്കി തരുന്നവനല്ല എൻ ദൈവം, അളക്കാതെ വാരിച്ചൊരിഞ്ഞിടുവേ നല്ല അനുഗ്രഹങ്ങൾ. ഒരു നാളും മാറിപ്പോവുകയില്ല സ്നേഹം. നല്ല പാറയേക്കാൾ ശാശ്വതമാണതു സത്യം. വിശ്വസിച്ചാൽ നാം ദൈവമഹത്വം കാണും. വിശ്വാസത്തോടെ നാം പ്രാർത്ഥിക്കണം. വിശ്വസിച്ചാൽ നാം ദൈവമഹത്വം കാണും. വിശ്വാസത്തോടെ നാം പ്രാർത്ഥിക്കണം. പൂർവപിതാക്കന്മാർ ആരാധിച്ച പോൽ സത്യത്തിലും ആത്മാവിലും ആരാധിക്കണം. പൂർവപിതാക്കന്മാർ ആരാധിച്ച പോൽ സത്യത്തിലും ആത്മാവിലും ആരാധിക്കണം. കഷ്ടങ്ങളും ദുഃഖങ്ങളും ഏറി വന്നാലും, രോഗങ്ങളും ഭാരങ്ങളും കൂടി വന്നാലും, കഷ്ടങ്ങളും ദുഃഖങ്ങളും ഏറി വന്നാലും, രോഗങ്ങളും ഭാരങ്ങളും കൂടി വന്നാലും, എല്ലാം ദൈവഹിതമെന്നു കരുതി എന്നാൽ അത് എല്ലാം നാഥൻ നന്മയ്ക്കായി തീർക്കുകയില്ലേ. എല്ലാം ദൈവഹിതമെന്നു കരുതി എന്നാൽ അത് എല്ലാം നാഥൻ നന്മയ്ക്കായി തീർക്കുകയില്ലേ. വിശ്വസിച്ചാൽ നാം ദൈവമഹത്വം കാണും. വിശ്വാസത്തോടെ നാം പ്രാർത്ഥിക്കണം. വിശ്വസിച്ചാൽ നാം ദൈവമഹത്വം കാണും. വിശ്വാസത്തോടെ നാം പ്രാർത്ഥിക്കണം. പൂർവപിതാക്കന്മാർ ആരാധിച്ച പോൽ സത്യത്തിലും ആത്മാവിലും ആരാധിക്കണം. പൂർവപിതാക്കന്മാർ ആരാധിച്ച പോൽ സത്യത്തിലും ആത്മാവിലും ആരാധിക്കണം.
ശത്രുക്കളായി മാറിയെന്നാലും ഈ ലോകരെല്ലാം നമ്മെ പഴി പറഞ്ഞെന്നാലും മിത്രങ്ങളും ശത്രുക്കളായി മാറിയെന്നാലും ഈ ലോകരെല്ലാം നമ്മെ പഴി പറഞ്ഞെന്നാലും തകർന്നു പോയെന്നു തമ്മിൽ പറഞ്ഞോർ മുൻപിൽ നമ്മെ ഇത്രത്തോളം ഉയർത്തിയ നാഥനല്ലേ. തകർന്നു പോയെന്നു തമ്മിൽ പറഞ്ഞോർ മുൻപിൽ നമ്മെ ഇത്രത്തോളം ഉയർത്തിയ നാഥനല്ലേ. വിശ്വസിച്ചാൽ നാം ദൈവമഹത്വം കാണും. വിശ്വാസത്തോടെ നാം പ്രാർത്ഥിക്കണം. വിശ്വസിച്ചാൽ നാം ദൈവമഹത്വം കാണും. വിശ്വാസത്തോടെ നാം പ്രാർത്ഥിക്കണം. പൂർവപിതാക്കന്മാർ ആരാധിച്ച പോൽ സത്യത്തിലും ആത്മാവിലും ആരാധിക്കണം. പൂർവപിതാക്കന്മാർ ആരാധിച്ച പോൽ സത്യത്തിലും ആത്മാവിലും ആരാധിക്കണം. അളന്നു തൂക്കി തരുന്നവനല്ല എൻ ദൈവം. അളക്കാതെ വാരിച്ചൊരിഞ്ഞിടുവേ നല്ല അനുഗ്രഹങ്ങൾ. ഒരു നാളും മാറിപ്പോവുകയില്ല സ്നേഹം. നല്ല പാറയേക്കാൾ ശാശ്വതമാണതു സത്യം. വിശ്വസിച്ചാൽ നാം ദൈവമഹത്വം കാണും. വിശ്വാസത്തോടെ നാം പ്രാർത്ഥിക്കണം. വിശ്വസിച്ചാൽ നാം ദൈവമഹത്വം കാണും. വിശ്വാസത്തോടെ